അതിനുള്ള എൻ്റെ ഇടമൊക്കെ ഉണ്ട്. അതൊന്നുമില്ല, കണ്ടതില്ല. പക്ഷെ അവന് സാധനം ഇല്ലെങ്കിലും വേറെ ഒത്തിരി കയറ്റി പണിക്കുള്ളൂ. അതിനൊക്കെ നല്ല ധൈര്യമുള്ള എൻ്റെ സ്വഭാവമൊന്നുമല്ല. അതുകൊണ്ടാണ് ആദ്യത്തെ കല്യാണം ഒഴിഞ്ഞത്. സ്വന്തം മക്കൾ കണ്ടു, അതുകൊണ്ട് അമ്മേനെ വേണ്ടാന്ന് പറഞ്ഞത്. ഒക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാൻ. എനിക്ക് എന്നിട്ട് ബീച്ചിൽ മാത്രം പെട്ട ചേച്ചി പറഞ്ഞില്ലപ്പാ. ചേച്ചിനെ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ വീട്ടുകാർ പറയാ, ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ വന്നു, ഞാനും എൻ്റെ ചേച്ചിയായിട്ടുള്ള വീഡിയോ പോസ്റ്റ്. എന്നിട്ട് അത് ആരോ ടിക്ടോക്കിൽ ഡൗൺലോഡ് ചേച്ചിയുടെ ചേട്ടത്തി അമ്മയ്ക്ക് ഏതോ പെണ്ണുമ്പോൾ ഏതോ നായിൻ്റെ മോനെ അങ്ങോട്ട് അവളുടെ വാട്സപ്പിൽ സെറ്റ് ചെയ്തു. ഇത് ബിജിയുടെ ചേട്ടത്തിയല്ലേ, ഇവളെയാണോ ആദ്യം കല്യാണം, നിങ്ങളുടെ ചേട്ടൻ്റെ അനിയൻ കല്യാണം കഴിക്കാൻ പോണത് ഈ നശിച്ച പെണ്ണിൻ്റെ ചേട്ടത്തിനെയാണോ എന്ന്. അപ്പം ചേച്ചിനെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് പറയാം, ചേച്ചിനെ കെട്ടാൻ വിളിച്ച ആത്മഹത്യ ചെയ്യുന്നു. എൻ്റെ കൂടെ ഉള്ള വീഡിയോ കണ്ടതിന് അവൻ ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ എൻ്റെ സ്വന്തം ചേച്ചിയുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ കറക്കാരുടെ കൂടെ പോയി വീഡിയോ ചെയ്യുമോ? കറക്കാരുടെ കൂടെ പോയിട്ട് വീഡിയോ ചെയ്യുമോ? ഞാൻ പറഞ്ഞു കൂടെ കേസ് കൊടുക്കാൻ. അങ്ങനെയുള്ളവരെ വീട് ഞാൻ അതിനെ കല്യാണം ആലോചിക്കാൻ പോണം. എനിക്ക് പറയാണ് അവനാര് അമ്മ അപ്പുറത്ത് ചേച്ചിയോട് സംസാരിക്കുക. എൻ്റെ ചേച്ചിയല്ല, ഞങ്ങളുടെ അപ്പച്ചൻ്റെ വീട്ടുകാരായിട്ട് സംസാരിക്കാം. അത് കല്യാണം കഴിച്ചാലും ജീവിതം ഒന്നിച്ച് പോവില്ല. അവർ നമ്മൾ എപ്പോഴും വഴക്കാം. ആ കല്യാണം വെറുതെ താൽക്കാലിക സുഖം മാത്രം. ചേച്ചിയുടെ അവൻ്റെയും താൽക്കാലിക സുഖം മാത്രം. നമ്മളിത് കണ്ടതാ. അത് ഒരു കല്യാണത്തിൽ ഒതുങ്ങുന്ന ഒരു ആളല്ല. ഓക്കെ, മനസ്സിലായോ? ചേച്ചി പറയുക അമ്മച്ചിനോട്, വിജിനോട് പറഞ്ഞ് മനസ്സിലാക്കുക, വീഡിയോ ഡിലീറ്റ് ആക്കുക. ചേച്ചി എൻ്റെ അടുത്തിരുന്ന ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് എല്ലാം അന്നേരം പറയണ്ടേ? അന്നേരം അറിയത്തില്ലായിരുന്നോ? ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ വീഡിയോ ഡിലീറ്റ് ആക്കുക. അമ്മച്ചി വിജിനോട് പറ ഒന്നും തോന്നരുതെന്ന്. അതൊക്കെ താൽക്കാലിക സുഖത്തിന് മാത്രമുള്ള കല്യാണമാണ്. മനസ്സിലായോ? അത് കുറേ നാളെ വിടും. അന്നേരമാണ് സ്വഭാവം അറിയാൻ പോണെ. താൽക്കാലിക സുഖം. അവൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ, ചേച്ചിയുടെ രണ്ടാമത്തെ കല്യാണ. ഓക്കെ, ഇപ്പൊ വിളിച്ച് ഏതോ ഒരു ശപിക്കപ്പെട്ട പെണ്ണ് അവളുടെ ചേച്ചിയുടെ കല്യാണം കഴിക്കാൻ പോണ ചെറുക്കൻ്റെ ചേട്ടൻ്റെ ഫോണിലേക്ക് വിട്ടുകൊടുത്തുന്നു. ഈ കുറേ വീഡിയോ, കള്ളു കുടിക്കുന്ന വീഡിയോ, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നതും ഞങ്ങൾ സ്ലോ മോഷൻ ചെയ്തതും എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നതും ഞങ്ങൾ സാരി എടുത്ത വീഡിയോ കാരായിട്ട് വിട്ടുകൊടുത്ത് പറഞ്ഞു, നാണാവല്ലേ ഈ കുടുംബത്തിൽ നിന്നാണോ ജിൻസിയുടെ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചെന്ന്. അപ്പം അവർക്ക് ആ വീട്ടിൽ നിന്നുള്ള പെണ്ണ് ചേച്ചിയുടെ കല്യാണം കഴിക്കാം, അനീതിയുടെ കൂടെ വീഡിയോ പോസ്റ്റാൻ പാടില്ല. അതെവിടുത്തെ ന്യായം? ചേച്ചി കെട്ടിയ അതൊക്കെ താൽക്കാലിക സുഖം. അതൊന്നും ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പല്ല. അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പായിരുന്നെങ്കിൽ ഫസ്റ്റത്തെ കല്യാണം ഡൈവോഴ്സ് ആവില്ലായിരുന്നു. ഞാൻ കാരണം അതിന്ന് ജീവിച്ചിരിക്കുന്നു ചേച്ചി. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നെ കഥ കഴിഞ്ഞേനെ. ഞാൻ ഒറ്റ എടുത്തിയാ. ഞാൻ 2 വർഷം എൻ്റെ മക്കളെ പോലെ ചെല്ലും ചെലവ് കൊടുത്ത് ഇവിടെ നോക്കിയൊരു സ്ത്രീയെ ഞാൻ ഈ വീട്ടിൽ, ഈ ഓടിട്ട വീട്ടിൽ ചെല്ലും ചെലവിന് കൊടുത്ത്. അറിയോ? ഇല്ലെന്ന് അമ്മച്ചി പറയട്ടെ. ഞാൻ നോക്കിയതാ ചേച്ചീനെ ഭർത്താവ് ഉപേക്ഷിച്ചപ്പോൾ. ഞാനോ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജോലി കിട്ടിയപ്പോഴല്ലേ മാറിപ്പോയത്. ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും, എല്ലാവരും സഹായിക്കും, എല്ലാവരും നോക്കും, എല്ലാം ചെയ്യും. നമുക്ക് കിട്ടേണ്ടത് എന്താ? ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ, സ്വന്തം കൂടപ്പറപ്പിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ, സ്വന്തം അല്ലയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ. എവിടെ പോയാലും നമുക്കൊരു സ്വസ്ഥതയില്ല, നമുക്കില്ലാത്ത പേരില്ല, ചീത്ത പേരില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ ഹാപ്പി ആക്കും. അത്രേ ഉള്ളൂ. സത്യം. എൻ്റെ എന്തോ പറഞ്ഞു എൻ്റെ അമ്മച്ചി. അതൊന്നും മൈൻഡ്. ചേച്ചി ഞാൻ പോവില്ല. അശ്വപരിജി വിളിച്ചില്ലേ അമ്മച്ചിയുടെ അടുത്ത്? അമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ? അമ്മച്ചി പാവം. അത് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ലാന്ന് നിൽക്കുക. എന്ത് പറയാൻ പറ്റും? നിങ്ങൾ പറ, ഞാൻ പോകണോ കല്യാണത്തിന്? ഞാൻ പോവില്ല. ഞാൻ പോലും അമ്മച്ചി വീട് എഴുതി കൊടുത്താലും അമ്മച്ചി അനുഭവിക്കുള്ളൂ. ആ മരുന്ന് അമ്മച്ചിയുടെ ഒന്നും നോക്കൊന്നുമില്ല.
ചേച്ചിനെ കെട്ടാൻ പോകുന്ന കെട്ടാൻ വിളയെ അമ്മേനെ നോക്കേ, അമ്മേനെ കുപ്പത്തോട്ടിലിട്ടിട്ട് ഈ സ്ഥലം കൂടെ മേടിച്ചുകൊണ്ട് പോവും ആ നാറി. അറിയോ? ഞാൻ പോവേ? സ്വന്തം കൂടപ്പറപ്പിനെയാണോ വേണ്ടേ, ഇന്നലെ ചക്കരയാണോ വേണ്ടേ? അങ്ങനെ അങ്ങ് പറഞ്ഞേക്ക് വിജി പോകണ്ട. അവരങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചിയുടെ അടുത്ത് അമ്മച്ചും പറഞ്ഞില്ലേ വേറെ അറിയുമല്ല എൻ്റെ യൂസറേട്ടാ, ഞങ്ങൾ ബീച്ചിൽ പോയി യൂസറേട്ടാ, ഇവിടെയൊക്കെ മണ്ണാ പറഞ്ഞിട്ട് കാര്യമില്ല. ഷോ എന്താ പ്രശ്നം? ബ്ലൂബേർഡ്ക്ക് നല്ല ആളല്ലേ? ബ്ലൂബേർഡ്ക്ക് ഒരു ആൻസർ ഇതാ. അതായത് ഞാനും എൻ്റെ ചേച്ചി ഇവിടെ വന്നു. ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ചേച്ചിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് വിട്ടതെന്നും എത്ര രൂപത്തോളം ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയെന്നും മക്കൾക്കും അതേപോലെ അമ്മേനെയും മക്കളെ നോക്കുന്ന പോലെ തന്നെയാണ് ഈ ചേച്ചിനെ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഈ മിനിഞ്ഞാന്ന് വരെ ഞാൻ നോക്കിയത്, എല്ലാവർക്കും അറിയാം. എന്നിട്ട് ചേച്ചി ഒരുത്തരെ സ്നേഹിച്ച് ബ്ലൂബേർഡ്ക്ക, ഏതോ ഒരു ആലപ്പുഴക്കാരൻ, അവൻ്റെ ആദ്യത്തെ കല്യാണം, ഏതോ ഒരു ഹിന്ദുവാ. ചേച്ചിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. അപ്പം ചേച്ചി ഇവിടെ വന്ന് അവരെ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവാറ്. അപ്പം ചേച്ചി ഞാനും ആ സ്വന്തം കൂടപ്പറപ്പാണ്, സ്വന്തം ബ്ലഡാണ്, ഒരേ ബ്ലഡാണ്, സ്വന്തം അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരാണ് ഞാനും ചേച്ചി, ചേട്ടത്തി അനിയത്തി. അപ്പം ഞങ്ങൾ തമ്മിൽ വീട്ടിൽ വന്നപ്പോൾ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തു. അത് ഞാൻ എന്താക്കി, ബ്ലൂബേർഡ്ക്ക ഞാൻ ടിക്ടോക്കിൽ പോസ്റ്റ്. എൻ്റെ സ്വന്തം ചേച്ചീനെ, ചേച്ചി ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ മക്കളുണ്ട്, എൻ്റെ അമ്മയുണ്ട്. എൻ്റെ ചേച്ചിയുടെ കൂടെ ഒരു വീഡിയോ എടുക്കുന്നതിന്, ഒരു സെൽഫി എടുക്കുന്നതിന് ചേച്ചിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാനതെടുത്ത് പോസ്റ്റ് ഇപ്പോൾ ഏതോ നായിൻ്റെ മോളെടുത്തിട്ട് ചേച്ചിയുടെ കല്യാണം കഴിക്കാൻ പോണ അജിയുടെ ചേട്ടൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിട്ടു കൊടുത്തിട്ട് ചോദിച്ചു എന്ന്, ഇത് ദുബായിലെ മറ്റേ ബിജിയല്ലേ, ബിജിയുടെ ചേട്ടത്തീനിയല്ലേ നിങ്ങളുടെ അജി കല്യാണം കഴിക്കാൻ പോകുന്നത്, ഈ വീഡിയോ നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് നാണാവില്ലേ അങ്ങനെ വീട്ടില് കല്യാണം കഴിക്കാൻ? എന്നിട്ട് ചേച്ചിനോട് വിളിച്ചു പറഞ്ഞേക്കാം, എൻ്റെ ചേച്ചിയോട്, ജിൻസി ഈ വീഡിയോ അനീത്തിനോട് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറ, ബിജിനോട് വിളിച്ചിട്ട് പറ ഡിലീറ്റ് ആക്കാൻ, ഇല്ലെങ്കിൽ അത് അജി അറിയും, അജി ആത്മഹത്യ ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു ആത്മഹത്യ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു, തെറ്റുണ്ടാ? ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചു അവരുടെ വീട്ടുകാർ. ചൊവ്വാഴ്ച നാളെ കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോണില്ല. എന്തിനു പോകണം? എന്നിട്ട് ചേച്ചി വിളിച്ചിട്ട് പറയാം, അമ്മ അത് ഡിലീറ്റ് ആക്കാൻ പറ, ബിജിനോട് പറയണം, ഒന്നും തോന്നല്ലേ എന്ന്. അപ്പം അമ്മച്ചി ചോദിച്ചു, നീ ഉണ്ടായിട്ടല്ലേ അവൾ പോസ്റ്റ് ചെയ്ത്, നീ എന്തിനാ അവളോട് നിൽക്കാൻ പോയേ, നീ പറയുകയും ചെയ്തു അവളോട് പോസ്റ്റ് കാണാൻ, ഇപ്പം ബിജിയോട് ഡിലീറ്റ് ആക്കണം. അമ്മച്ചി ചോദിച്ചു കേട്ടോ. ചേച്ചി പറയാം, അത് അങ്ങനെയുള്ളവർക്ക് എന്തിനാ ഈ കുടുംബത്തിൽ നിന്നൊരു കല്യാണം? ചേച്ചി എന്നോട് പറഞ്ഞ പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന്, ഞാൻ പോവില്ല കല്യാണം ഉറപ്പിക്കാൻ, ഞാൻ ഡിലീറ്റ് ആക്കും. ഞാനാ കൊണ്ട കേസ് കൊടുക്കാൻ പറഞ്ഞു. സ്വന്തം കൂടപ്പറപ്പിനെയാണോ സ്വന്തം നള്ളേനെയാണോ വേണ്ടത്, ഇന്നലെ വന്ന MDM പഠിക്കണ നാറിനെയാണോ വേണ്ടത് ഞാൻ ചോദിച്ചു. അവനെ ഇല്ല, ചെറിയ നേരത്തെ ചക്കനാ, അതൊരു കല്യാണത്തിൽ ഒതുങ്ങൊന്നുമില്ല. എന്നെക്കാളും തറയാ, അത് നിനക്കറിയില്ല എന്നിട്ടാണ്. പിന്നെ ഞാനൊന്നും അറിയില്ല, എന്നോട് നാട്ടിക്കേണ്ടതിനൊന്നും മിണ്ടാത്തില്ല. പറഞ്ഞോണ്ടല്ലോ രണ്ടും കളിപ്പിച്ച് ഞാൻ തുള്ളിയാണ്ടല്ലോ ചേച്ചി നാറും. അത് വെച്ച് നോക്കുമ്പോൾ വിജയ് തന്നെ ഡീസൻറ്റ്. സ്വന്തം രണ്ട് പെമ്മക്കളെ കളഞ്ഞു, വെറുതെ അല്ല പെമ്മക്കളെ അമ്മേനെ വേണ്ടാന്ന് പറഞ്ഞു. ഇതല്ലേ സ്വഭാവം? സ്വന്തം പെമ്മക്കൾ കണ്ണിൽ കണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഇന്ന് ചേച്ചി ഡൈവോഴ്സ് ആയത്, അറിയോ? അതൊക്കെ ഞാനിവിടെ പറഞ്ഞോണ്ടല്ലോ. ചേച്ചി